നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൈക്ലോഹെക്സൈൻ്റെ കൺഫോർമേഷൻസ് ആയിരുന്നു നോക്കിയിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഡിഫറെൻ്റ് ഓറിയൻറ്റേഷൻസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സൈൻസ് നോക്കിയായിരുന്നു. മെയിനായിട്ട് 1,2, 1,1, 1,3, 1,4 ഡൈമീഥൈൽ സൈക്ലോഹെക്സൈന്, അതിൻ്റെ റിലേറ്റീവ് സ്റ്റെബിലിറ്റീസ്, എന്താണ് ഒരു കൺഫോർമേഷൻ മറ്റേതിനെക്കാട്ടിലും മോർ സ്റ്റേബിൾ ആകുന്നത്, അതെങ്ങനെ നമുക്ക് വരയ്ക്കാം, ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. അതിൻ്റെ ഒരു ടെസ്റ്റും നമ്മൾ നടത്തിയായിരുന്നു. ഈ സൈക്ലോഹെക്സൈൻ്റെ ഈ കൺഫോർമേഷൻസിന് ചില സ്പെഷ്യൽ കേസസ് ഉണ്ട്. അതായത് നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞായിരുന്നു, ഇപ്പം 1,2 ഡൈമീഥൈൽ സൈക്ലോഹെക്സൈൻ എടുക്കുമ്പം അതിൻ്റെ ട്രാൻസ് എന്ന് പറയുന്നത് ആക്സിയൽ ഇക്വറ്റോറിയൽ ഓറിയന്റേഷൻ ആണ്. അതിൽ ഇക്വറ്റോറിയലിനാണ് മോർ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞായിരുന്നു. ഡൈ ആക്സിയൽ വരുമ്പോൾ അവിടെ 1,3 ഡൈആക്സിയൽ ഇന്ററാക്ഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞു പോകും. പക്ഷെ ചില കേസുകളിൽ ഇപ്പൊ 1,2 മാത്രമല്ല, 1,3 ആണേലും 1,4 ആണേലും ചില കേസുകളിൽ ചില സബ്സ്റ്റിറ്റ്യൂവൻസ് വരുമ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ആ സ്റ്റെബിലിറ്റിയുടെ റിവേഴ്സ് ഓർഡർ വരും. അങ്ങനെയുള്ള സ്പെഷ്യൽ കേസസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പൊ നമുക്കറിയാം പല ഫാക്ടേഴ്സ് ഉണ്ട് സ്റ്റെബിലിറ്റിയെ അഫക്ട് ചെയ്യുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ കണ്ടാലും ഡൈപോള്, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്, സ്റ്റെറിക് റിപ്പൽഷൻ, അങ്ങനെ പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു കൺഫർമേഷന്റെ സ്റ്റെബിലിറ്റി നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതില് സൈക്ലോഹെക്സൈന്റെ കേസിൽ നമ്മൾ മറ്റു ഫാക്ടേഴ്സ് അവിടെ കൺസിഡർ ചെയ്യും. ദാറ്റ് ഈസ് when there is a presence of polar group which can lead to dipole interaction, there can be a chance of the formation of intramolecular hydrogen bonding, and even the presence of a bulky group such as tertiary butyl group. ഈ ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പിന് നമ്മൾ വേറൊരു പേരും കൂടെ പറയും, ഹോൾഡിംഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആങ്കറിംഗ് ഗ്രൂപ്പ് എന്ന് പറയും. കാരണം ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതെപ്പോഴും ഇക്വറ്റോറിയൽ ഓറിയന്റേഷൻ മാത്രമേ പ്രിഫർ ചെയ്യത്തുള്ളൂ. അത് ഫ്ലിപ്പ് ചെയ്ത് ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ആക്സിയലിലേക്ക് പോകുന്ന ആ ഫ്ലിപ്പിംഗ് പോലും അവിടെ പോസിബിൾ ആകാതെ വരും. ആ സൈക്ലോഹെക്സൈന് ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ആ ഒരു കൺഫോർമേഷനെ തന്നെ പിടിച്ചു നിർത്തും. അതിനാണ് നമ്മൾ ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പിനെ അതുകൊണ്ടാണ് ഹോൾഡിംഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആങ്കറിംഗ് ഗ്രൂപ്പ് എന്ന് പറയും. സോ ഈവൻ ദ പ്രസൻസ് ഓഫ് എ ബൾക്കി ഗ്രൂപ്പ് സച്ച് ആസ് ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ക്യാൻ കോസ് എ ചേഞ്ച് ഇൻ ദ കൺഫോർമേഷൻ ഓഫ് ദ മോളിക്യൂൾ. അപ്പൊ ഇതില് ആദ്യത്തെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഡൈപോൾ ഇന്ററാക്ഷൻ എന്നുള്ള ഫാക്ടർ വരുമ്പോഴാണ്. ഡൈപോൾ ഇന്ററാക്ഷൻ വരണമെങ്കിൽ ആ കൺഫോർമേഷനിൽ ഒരു പോളാർ മോളിക്യൂൾ കാണണം, സച്ച് ആസ് ഹാലോജൻ. നമ്മൾ എസൈക്ലിക് സിസ്റ്റംസ് എടുത്തപ്പോഴും അത് പറഞ്ഞതാണ്, ഡൈഹാലോ ഈഥൈൻ വെച്ചിട്ട് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ അവിടെ പറഞ്ഞു ആന്റി കൺഫോർമേഷൻ ആണ് മോർ സ്റ്റേബിള്, കാരണം അവിടെ ഡൈപോൾസ് 180 ഡിഗ്രി അപ്പാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഡൈപോൾ റിപ്പൽഷൻ അവിടെ നെഗ്ലിജിബിൾ ആയിട്ട് വരും. അതുകൊണ്ട് അതിനായിരിക്കും മോർ സ്റ്റേബിൾ എന്ന് പറഞ്ഞു. അപ്പൊ സൈക്ലോഹെക്സൈന്റെ കേസിൽ ഈ ഡൈപോൾ ഇന്ററാക്ഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് മോളിക്യൂൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് 1,2 ഡൈഹാലോ സൈക്ലോഹെക്സൈൻ. രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് ഏതൊക്കെ ഇവിടെ? ഹാലോജൻ ആണ്. അവര് ഏതൊക്കെ പൊസിഷനിലാണ് നിൽക്കുന്നത്? 1 പൊസിഷനിലും 2 പൊസിഷനിലുമാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ട്രാൻസ് ആണ് നോക്കുന്നത്. ട്രാൻസ് 1,2 ഡൈഹാലോ സൈക്ലോഹെക്സൈൻ ആണ് നോക്കുന്നത്. അപ്പൊ ഈ കേസില് these provide an example for the effect of dipole interaction on the conformer. ഇപ്പൊ ഈ കോമ്പൗണ്ട്സില് the diaxial conformer which is almost non-existent in the dimethyl series അല്ലെ, 1,2
ഡൈമീഥൈൽ സൈക്ലോഹെക്സൈൻ്റെ അകത്ത് നമ്മൾ പറയും ഡൈആക്സിയൽ ആയിട്ട് മീഥൈൽ ഗ്രൂപ്പ് നിൽക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം അവിടെ ഏകദേശം 4 1,3 ഡൈആക്സിയൽ അല്ലെങ്കിൽ ബ്യൂട്ടൈൻ ഗോഷ ഇന്ററാക്ഷൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദ ഡൈആക്സിയൽ കൺഫോർമേഷൻ which is almost non-existent in the dimethyl series is substantially populated or more populated than the di-equatorial one. അപ്പൊ ട്രാൻസ് 1,2 ഡൈമീഥൈലിൻ്റെ അകത്ത് മോർ സ്റ്റേബിൾ ആയിരുന്ന ഡൈ ഇക്വറ്റോറിയലിനെ കാട്ടിലും മോർ സ്റ്റേബിൾ ആകും 1,2 ഡൈ ഹാലോ സൈക്ലോഹെക്സൈൻ്റെ അകത്ത് ഡൈ ആക്സിയൽ കൺഫോർമേഷൻ. കാരണം ഹിയർ ദ 2 ഡൈപോൾസ് നോക്ക്, CCLും CCLും ഈ 2 ഡൈപോൾസ് ദേ ആർ ഓപ്പോസിറ്റ്ലി ഓറിയന്റഡ് അല്ലെ, 180 ഡിഗ്രി അപ്പാർട്ട് ആയിട്ടാണ് നിൽക്കുന്നത്. ഓപ്പോസിറ്റ്ലി ഓറിയന്റഡ് ആൻഡ് ദ ഡൈപോൾ മൊമെന്റ് ഈസ് നിയർലി സീറോ ആൻഡ് ദർ ഈസ് നോ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദം. അപ്പൊ ഡൈആക്സിയൽ ആയിട്ട് നിൽക്കുമ്പം അവരുടെ ഡൈപോൾ മൊമെന്റ് നിയർലി സീറോ ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ലെസ് പോളാർ എന്ന് പറയും. അപ്പൊ ഈ ഒരു പോയിന്റ് തന്നെ പല രീതിയിൽ നമ്മളോട് ചോദിക്കാം. ഇൻ ട്രാൻസ് 1,2 ഡൈ ക്ലോറോസൈക്ലോഹെക്സൈൻ the diaxial conformer is less polar than the diquatorial. അങ്ങനെയും ചോദിക്കാം. കാരണം അവിടെ അപ്പൊ ഡൈപോൾ മൊമെന്റ് ഓൾമോസ്റ്റ് സീറോ ആയതുകൊണ്ട് ആ മോളിക്യൂള് ലെസ് പോളാർ ആകും. ആൻഡ് ദർ ഈസ് ലെസ് electrostatic interaction between them. So the diaxial conformer is more stable than the diequatorial conformer. Diequatorial conformer the two dipoles are oriented at a dihedral angle of 60 degree. ഡൈക്വറ്റോറിയൽ ഞാൻ ഇവിടെ വരച്ചിട്ടില്ല, നിങ്ങൾ അത് വരച്ചു നോക്കണം. ഇങ്ങനെ വരും, CL ഇവിടെ വരും, ഈ Hന് പകരം CL വരും അവിടെ. It is oriented at a dihedral angle of 60 degree and there is considerable electrostatic repulsion which destabilizes the diequatorial conformer. അപ്പൊ നമ്മൾ ഈ കേസിൽ ഏതാണ് മോർ സ്റ്റേബിൾ? 1,2 ഡൈ ഹാലോയ്ക്കകത്ത് മോർ സ്റ്റേബിൾ എന്ന് പറയുന്നത് ഡൈആക്സിയൽ കൺഫോർമർ ആണ് കേട്ടോ. ട്രാൻസിന്റെ അകത്ത് ഡൈആക്സിയൽ ആണ് മോർ സ്റ്റേബിൾ. ആൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ഡൈആക്സിയൽ കൺഫോർമർ ഇൻക്രീസസ് ഇൻ ദിസ് ഓർഡർ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അപ്പൊ അയഡിൻ വരുമ്പോഴത്തേക്കിനും അവിടെ ഡൈആക്സിയൽ മാത്രമേ നിൽക്കത്തുള്ളൂ. ഡൈ ഇക്വറ്റോറിയൽ അവിടെ എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി തന്നെ കുറവായിരിക്കും. സോ ദ പെർസെൻറ്റേജ് ഓഫ് ഡൈആക്സിയൽ കൺഫോർമർ ഇൻക്രീസസ് ഇൻ ദ ഓർഡർ ക്ലോറിൻ, ബ്രോമിൻ ഗ്രേറ്റർ ദാൻ അയോഡിൻ. സൊല്യൂഷൻ എടുക്കുമ്പോഴത്തേക്കിന് നമുക്കറിയാം പോളാർ ഡൈപോൾസ് വരുമ്പോൾ നമ്മൾ അവിടെ സൊല്യൂഷന്റെ കേസും കൂടെ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ സോൾവെന്റിന്റെ ഇഫക്റ്റും കൂടെ കൺസിഡർ ചെയ്യാം. സൊല്യൂഷൻസിന്റെ അകത്ത് the relative population of the two conformer depends on the solvent polarity. Dipoles ഉണ്ടായതുകൊണ്ട് polarity അവിടെ നമ്മൾ കൺസിഡർ ചെയ്യാം. Here the diequatorial is more stabilized by increasing the solvent polarity. അത് acyclic സിസ്റ്റത്തിന്റെ അകത്ത് ഞാൻ പറഞ്ഞായിരുന്നു, പോളാർ സോൾവെന്റ്സിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കൂടുതലായതുകൊണ്ട് അവർക്ക് 2 ഡൈപോൾസിനെ അകറ്റി നിർത്താനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പൊ ഡൈ ഇക്വറ്റോറിയലിന്റെ അകത്ത് ഡൈപോൾസ് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് ഡൈ ഇക്വറ്റോറിയലിന് ലെസ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു. പക്ഷെ പോളാർ സോൾവെന്റ്സ് വരുമ്പം ആ ഡൈപോൾസിനെ ഈ പോളാർ സോൾവെന്റ്സ് അകറ്റി നിർത്തും ഡ്യൂ ടു ദർ ഹൈ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പൊ അവിടെ അത്രയും സ്റ്റെറിക് ഇഫക്റ്റ് വരത്തില്ല നോൺ പോളാറിനെ കാട്ടിലും. സോ ദ ഡൈഇക്വറ്റോറിയൽ ഈസ് മോർ സ്റ്റെബിലൈസ്ഡ് ബൈ ഇൻക്രീസിങ് ദ സോൾവെന്റ് പൊളാരിറ്റി. ഇപ്പൊ നമ്മളോട് 2 സോൾവെന്റ്സ് തരുവാണ്, ഒരെണ്ണം പോളാറും ഒരെണ്ണം നോൺ പോളാറും ആണ്. ഇപ്പൊ ഇന്ന സോൾവെന്റ്, ഇപ്പൊ ബെൻസീൻ എന്ന് പറയുന്നത് നോൺ പോളാർ സോൾവെന്റ് ആണ്. അപ്പൊ ആ നോൺ പോളാർ സോൾവെന്റിന്റെ അകത്ത് ഏത് കൺഫോർമർ ആണ് മോർ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്? ആക്സിയൽ ആക്സിയൽ ആണോ ഇക്വറ്റോറിയൽ ഇക്വറ്റോറിയൽ ആണോ എന്ന് ചോദിച്ചാൽ
നോൺ പോളാർ സോൾവെന്റ്സിന്റെ അകത്ത് ആക്സിയൽ കൺഫോർമർ ആയിരിക്കും മോർ സ്റ്റേബിൾ. പോളാർ സോൾവെന്റ്സ് വരുമ്പോൾ ആരായിരിക്കും മോർ സ്റ്റേബിള്? ഇക്വറ്റോറിയൽ ആണ്, ഡൈ ഇക്വറ്റോറിയൽ ആണ് മോർ സ്റ്റേബിൾ എന്ന് പറയുന്നത്. And also it is found that the dipole moment of the trans 1,2ന്റെ കാര്യം പറയുന്നത്, ട്രാൻസ് എന്ന് പറയുമ്പോൾ ഡൈആക്സിയൽ ഡൈഇക്വറ്റോറിയൽ ചേഞ്ചസ് വിത്ത് ദ സോൾവെന്റ് while that of cis remains the same. 1,2ന്റെ കേസാ പറയുന്നത്. സിസ് എന്ന് പറഞ്ഞു കഴിയുമ്പം ആക്സിയൽ ഇക്വറ്റോറിയൽ. അപ്പം ട്രാൻസിന്റെ അകത്ത്, കാരണം സിസിന്റെ അകത്ത് ഒരാൾ ആക്സിയൽ ആണെങ്കിൽ മറ്റൊരാൾ ഇക്വറ്റോറിയൽ ആയിട്ട്, നമ്മൾ ഫ്ലിപ്പ് ചെയ്താലും അങ്ങനെ തന്നെ വരത്തുള്ളൂ. അപ്പം സിസിന്റെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് സോൾവെന്റിന്റെ 1,2ന്റെ മാത്രം പറയുന്നെന്ന് ഓർത്തോണം. സിസിന്റെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് സോൾവെന്റിന്റെ പൊളാരിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ട്രാൻസിന്റെ മാത്രമേ സോൾവെന്റിന്റെ പൊളാരിറ്റിയെ ഡിപ്പെൻഡ് ചെയ്ത് ഡൈപോൾ മൊമെന്റ് ചേഞ്ച് ചെയ്യത്തുള്ളൂ. മനസ്സിലായല്ലോ? ഞാൻ ഇതിന്റെ അകത്ത് ആ ഡയഗ്രാം വരച്ചിട്ടില്ല, അത് നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി ഇട്ടിരിക്കുക. ഇപ്പൊ സിസും ട്രാൻസും കൂടെ എടുക്കുമ്പോൾ സിസിന്റെ അകത്ത് ഒരാൾ ആക്സിലും ഒരാൾ ഇക്വറ്റോറിയലും ആണ്. അപ്പൊ അവിടെ സോൾവെന്റ് പൊളാരിറ്റിയെ വലിയായിട്ട് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അടുത്ത ഒരു എക്സാമ്പിൾ ആണ് 4 ടെർഷ്യറി ബ്യൂട്ടൈൽ 1,2-ഡൈബ്രോമോ സൈക്ലോഹെക്സേൻ. സ്ട്രക്ചർ ബുക്കിലോട്ട് വരയ്ക്കണം. 4 ടെർഷ്യറി ബ്യൂട്ടൈൽ 1,2-ഡൈബ്രോമോ സൈക്ലോഹെക്സേൻ. ഇവിടെ ഡൈആക്സിയലും ഡൈ ഇക്വറ്റോറിയലും എടുക്കുവാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ഏതൊക്കെ? ഇവിടെ ടെർഷ്യറി ബ്യൂട്ടൈല് 2 ബ്രോമിനും. 2 ബ്രോമിൻ എങ്ങനെയാ നിൽക്കുന്ന? 1ലും 2ലും. ടെർഷ്യറി ബ്യൂട്ടൈൽ എവിടെയാ നിൽക്കുന്ന? 4ത്തില്. ടെർഷ്യറി ബ്യൂട്ടൈൽ എപ്പോഴും ഏത് ഓറിയന്റേഷൻ എടുക്കത്തുള്ളൂ? ഇക്വറ്റോറിയൽ മാത്രം. ട്രാൻസിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ 2 ബ്രോമിൻ ഏതൊക്കെ ഓറിയന്റേഷൻ എടുക്കാം? ഡൈക്വറ്റോറിയൽ ആൻഡ് ഡൈആക്സിയൽ അല്ലേ? അപ്പൊ ഇതിന്റെ അകത്ത് രണ്ടും ഡൈആക്സിയലും ഡൈ ഇക്വറ്റോറിയലും ഈക്വൽ അമൗണ്ടിലാണ് നിൽക്കുന്നത്. കാരണം ഈ കേസില് ദ ഒപ്പോസിംഗ് ഇഫക്റ്റ് ഓഫ് ദ സ്റ്റെറിക് ഇന്ററാക്ഷൻ ആൻഡ് ദ ഡൈപോൾ റിപ്പൽഷൻ ആർ ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. 1,2-ഡൈബ്രോമോയുടെ കേസില് സൈസ് കൂടുതലായതുകൊണ്ട് ഡൈ ഇക്വറ്റോറിയൽ ആയിട്ട് നിൽക്കുമ്പോൾ അവിടെ ആ ഒരു സ്റ്റെറിക് റിപ്പൽഷൻ വരും. ഡൈ ആക്സിയൽ ആയിട്ട് നിൽക്കുമ്പോൾ ഡൈപോൾസ് തമ്മിലുള്ള സ്റ്റെറിക് ഇന്ററാക്ഷൻ ഇല്ലാണെങ്കിലും 1,3 ഡൈആക്സിയൽ ഇന്ററാക്ഷൻ അവിടെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ടെർഷ്യറി ബ്യൂട്ടൈല് എപ്പോഴും ഇക്വറ്റോറിയൽ ആയിട്ടേ നിൽക്കത്തുള്ളൂ. ഡൈ ആക്സിയൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ബ്രോമിൻ ഇവിടെ വരും, ഇവിടെ ബ്രോമിൻ വരും. അപ്പൊ ഇതിന്റെ അകത്ത് ഡൈആക്സിയൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്കിന് സൈസ് ബ്രോമിന്റെ കൂടുതലായതുകൊണ്ട് ഒരു മിനിറ്റ്, ഡൈ ഇക്വറ്റോറിയൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഡൈആക്സിയലിനാണ് സ്റ്റെബിലിറ്റി കൂടുതൽ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? കാരണം എന്താ? ഡൈആക്സിയലിന്റെ അകത്ത് ഡൈപോൾ റിപ്പൽഷൻ നെഗ്ലിജിബിൾ ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് മോർ സ്റ്റേബിൾ കൺഫോർമേഷന്റെ അകത്ത് ഈ ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ഇക്വറ്റോറിയൽ ആവും. അപ്പൊ ഇതിനെ ഫ്ലിപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് ഇത് ഇവിടെ വരും. ഈ പോയിന്റ് ഒന്ന് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ, അടുത്ത ക്ലാസ്സിൽ പറയാവേ. ഈ 4 ടെർഷ്യറി ബ്യൂട്ടൈൽ 1,2-ഡൈബ്രോമോ സൈക്ലോഹെക്സേൻ. കാരണം നമ്മൾ ഇതിന്റെ അകത്ത് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത് ക്ലോറിൻ ബ്രോമിൻ അയഡിനിലേക്ക് പോകുമ്പോൾ ഡൈആക്സിയലിന് മോർ സ്റ്റേബിൾ ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ വരുമ്പം
ഡൈആക്സിയലിനും ഡൈ ഇക്വറ്റോറിയലും ഏകദേശം ഈക്വലി പോപ്പുലേറ്റഡ് ആണ് എന്ന് പറയുന്നതിന്റെ റീസൺ ഒന്ന് നോക്കിയിട്ട് പറയാം. കാരണം ഇവിടെ ഈ ടെർഷറി ബ്യൂട്ടൈലിന്റെ ഇഫക്റ്റ് ചിലപ്പം ഓപ്പറേറ്റ് ചെയ്യുമായിരിക്കും. ഇതിനെ ഫ്ലിപ്പ് ചെയ്താലുവേ ടെർഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ഫ്ലിപ്പ് ചെയ്യാതെ ഇതിനെപ്പോഴും ഇക്വറ്റോറിയൽ ഓറിയന്റേഷനിൽ തന്നെ നിൽക്കത്തുള്ളൂ. ഈ ടെർഷറി ബ്യൂട്ടൈലിന്റെ അകത്ത് ഈ രണ്ട് ഫാക്ടറും, അതായത് സ്റ്റെറിക് ഇന്ററാക്ഷനും ഡൈപോൾ ഡൈപോൾ റിപ്പൾഷനും ഒപ്പോസിങ് ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നോക്കിയിട്ട് പറയാവേ. ഇപ്പം ആദ്യത്തെ നമ്മൾ ഈ ഒരു പോയിന്റ് നോക്കാം. 1,2 ഡൈഹാലോ സൈക്ലോഹെക്സൈന്റെ കേസിൽ ഡൈആക്സിയലിനാണ് മോർ സ്റ്റെബിലിറ്റി ഉള്ളത്. അത് സോൾവെന്റിന്റെ പൊളാരിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. ഡൈഇക്വറ്റോറിയൽ മോർ പോളാർ സോൾവെന്റ്സിന്റെ അകത്ത് ഡൈഇക്വറ്റോറിയൽ ഫോം ആണ് മോർ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ട്രാൻസിന്റെ ഡൈപോൾ മൊമെന്റ് മാത്രമേ സോൾവെന്റിന്റെ പൊളാരിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. സിസിന്റേത് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് നിൽക്കും. ഇനി രണ്ടാമത്തത് ഇഫക്റ്റ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. So the effect of hydrogen bonding, intramolecular hydrogen bonding, we can look how intramolecular hydrogen bonding stabilizes the diaxial conformer of cis cyclohexane 1,3-diol. അപ്പൊ ഇവിടെയുള്ള രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ഏതൊക്കെയാ? OHും OHും. അവർ ഏത് പൊസിഷൻസിലാണ് നിൽക്കുന്നത്? 1ലും 3ലുമാണ് നിൽക്കുന്നത്. 1ലും OH ഗ്രൂപ്പ്, 3ലും OH ഗ്രൂപ്പ് ഉണ്ട്. സിസ് എന്ന് പറഞ്ഞു കഴിയുമ്പം OHന്റെയും റിലേറ്റീവ് ഓറിയന്റേഷൻ ഏതൊക്കെയാണ്? ആക്സിയൽ ആക്സിയലും ഇക്വറ്റോറിയലുമാണ് മോർ സ്റ്റേബിൾ കൺഫോർമേഷൻ ഓഫ് സിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഇക്വറ്റോറിയൽ അല്ലെങ്കിൽ ഡൈഇക്വറ്റോറിയൽ ആണ് മോർ സ്റ്റേബിള്. പക്ഷെ ഈ കേസിൽ അതായത് OH ഗ്രൂപ്പ് വരുമ്പം ഡൈആക്സിയലിനാണ് മോർ സ്റ്റേബിൾ ഡ്യൂ ടു ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇപ്പൊ മനസ്സിലായല്ലോ. സിസ് സൈക്ലോഹെക്സൈൻ 1,3-ഡയോളിന്റെ അകത്ത് the diaxial conformer is more stable due to intramolecular hydrogen bonding. ഇത് രണ്ടും ഘോഷയായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആകും. ഈ അടുത്ത ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് 1,2. ഇത് 1,3 ആയിരുന്നു. നെക്സ്റ്റ് ഈസ് സൈക്ലോഹെക്സൈൻ 1,2-ഡയോൾ. ഇവിടെ നമ്മൾ സിസും ട്രാൻസും കൺസിഡർ ചെയ്യും. ഇവിടെ ട്രാൻസ് കൺസിഡർ ചെയ്യാൻ തന്നെ അവിടെ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്നുള്ള പോസിബിലിറ്റി ട്രാൻസിന്റെ രണ്ട് കൺഫോർമേഷൻസിന്റെ അകത്തും ഇല്ല. പക്ഷെ 1,2-ഡയോൾ വരുമ്പം അവിടെ രണ്ട് കൺഫോർമേഷൻ, ഏത് സിസും ട്രാൻസും ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കും. ഇത് വേറൊരു രീതി വരച്ചിരിക്കുന്നു കേട്ടോ. ഇവിടെ തന്നെ 1,3 വരണമെന്നില്ല. 1, 2, 3 ഇങ്ങനെയും വരാം. അപ്പോൾ OHും ആക്സിയലിൽ നിന്നാലും ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. ഇക്വറ്റോറിയലിൽ നിൽക്കുമ്പോൾ അത് പോസിബിൾ അല്ല. അപ്പൊ ഇതിന്റെ അകത്ത് സിസും ട്രാൻസും, ഇതാണ് സിസ് 1,2 സൈക്ലോഹെക്സൈൻ ഡയോൾ എന്ന് പറയുന്നത്. സിസിന്റെ ഇത് ട്രാൻസിന്റെ അകത്ത് ഡൈആക്സിയൽ ഡൈഇക്വറ്റോറിയൽ ഓറിയന്റേഷൻ ആണ്. സിസിന്റെ അകത്ത് ആക്സിയൽ ഇക്വറ്റോറിയൽ ഓറിയന്റേഷൻ ആണ്. ഇതിന്റെ അകത്ത് രണ്ടും സിസും ട്രാൻസും ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കും, വിച്ച് ഈസ് സ്ലൈറ്റ്ലി സ്ട്രോങ്ങർ ഇൻ ദ സിസ് സൈക്ലോഹെക്സൈൻ 1,2-ഡയോൾ അല്ലേ. ഇതിന്റെ അകത്ത് ഡൈഇക്വറ്റോറിയൽ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കിന് ഇതിന് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കാമല്ലോ. ഇവിടെ ഇപ്പൊ ഡൈഇക്വറ്റോറിയൽ ഇങ്ങനെ കാണിക്കുവാണ്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പാടാണെങ്കിൽ ഡൈഇക്വറ്റോറിയൽ 1, 2 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ വരും. OH, ഇവിടെ OH വരും അല്ലേ. ഇവിടെ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് പോസിബിൾ. ഡൈഇക്വറ്റോറിയൽ ഡൈആക്സിയലിന്റെ അകത്ത് ആ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ അല്ല. സിസ് നമ്മൾ എടുക്കുമ്പോൾ അവിടെ ആക്സിയൽ ഇക്വറ്റോറിയൽ ഓറിയന്റേഷൻ ആണ്.
ഇവിടെയും ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് പോസിബിൾ ബിറ്റ്വീൻ ദീസ് ടു ഗ്രൂപ്പ്സ്. അപ്പൊ ഇതില് സിസിന്റെ അകത്തും ട്രാൻസിന്റെ അകത്തും ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. പക്ഷെ സിസിലെ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനാണ് ഒരു ഇത്തിരി സ്റ്റെബിലിറ്റി കൂടുതൽ. കാരണം ട്രാൻസിന്റെ അകത്ത് വരുമ്പോൾ ഇവിടെ ചെറിയൊരു സ്റ്റെറിക് ഇഫക്റ്റ് വരും. രണ്ട് OH കൂടി ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ന്യൂമാൻ പ്രൊജക്ഷൻ വരയ്ക്കുമ്പം ഇതൊന്നും കൂടെ മനസ്സിലാവും. ആക്സിയൽ ഇക്വറ്റോറിയൽ ന്യൂമാൻ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ അതായത് സിസിന്റെ ന്യൂമാൻ പ്രൊജക്ഷൻ ആണ് ഇത്. 1, 2 ഉണ്ടോ? ഇവിടെ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. ട്രാൻസിന്റെ അതായത് ഇക്വറ്റോറിയലിന്റെ അകത്ത് ന്യൂമാൻ പ്രൊജക്ഷൻ ആണ് ഈ വരച്ചിരിക്കുന്നത്. ഇവിടെയും ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. അപ്പൊ അത് സ്ട്രോങ് ആയിട്ടുള്ളത് സിസിന്റെ അകത്താണ്. സിസ് 1,2 സൈക്ലോഹെക്സേൻ ഡയോൾ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് സ്ട്രോങ് ആണ്. അല്ലെങ്കിൽ ഇതിങ്ങനെയും ചോദിക്കാം, സിസ് 1,2 സൈക്ലോഹെക്സേൻ 1,2 ഡയോൾ ഈസ് മോർ അസിഡിക് ദാൻ ട്രാൻസ് എന്ന് ചോദിക്കാം. അപ്പൊ അവിടെ ഇതിന്റെ അകത്ത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇത് മോർ അസിഡിക് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ പറഞ്ഞല്ലോ ഡൈ ഇക്വറ്റോറിയലിന്റെ അകത്ത് ചെറിയൊരു സ്റ്റെറിക് ഇഫക്റ്റ് വരുന്നത് കൊണ്ടാണ് സിസിന്റെ അകത്ത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് സ്ലൈറ്റ്ലി സ്ട്രോങ്ങർ എന്ന് നമ്മൾ പറയുന്നത്. അത് IR സ്പെക്ട്രം വഴി അത് കൺഫേം ചെയ്തിട്ടുമുണ്ട്. ഇനി അടുത്ത വേറെ രണ്ടാമത്തെ മോളിക്യൂൾ ആണ് ട്രാൻസ് 2 ഹാലോ സൈക്ലോഹെക്സേൻ. അപ്പൊ ഇവിടെയും രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്. സൈക്ലോഹെക്സനോൾ ഒരെണ്ണം OH രണ്ടാമത്തത് ഹാലജനുമാണ്. ഏത് ഓറിയന്റേഷൻ ആണ് രണ്ടുപേരും? ഞാൻ പറഞ്ഞു ഇവിടെ സബ്സ്റ്റിറ്റ്യൂവൻസ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ ചിലപ്പം നമ്പർ ചെയ്യണമെന്നില്ല. അപ്പം 1, 2 ഓറിയന്റേഷൻ ആണ് ഇവര്. ട്രാൻസ് ആയിട്ടാണ് ട്രാൻസിന്റെ കാര്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഡൈആക്സിയൽ ഡൈക്വറ്റോറിയൽ കൺഫോർമേഷൻ ആണ് ഉള്ളത്. ഇവിടെ ബോത്ത് ദ കൺഫോർമേഷൻസ് ആർ ഈക്വലി പോപ്പുലേറ്റഡ്. 1, 2 ഹാലോ സൈക്ലോ ഹെക്സനോളിന്റെ അകത്ത് രണ്ട് കൺഫോർമേഷനും ഈക്വലി പോപ്പുലേറ്റഡ് ആണ്. ഡൈ ഇക്വറ്റോറിയലിന്റെ അകത്ത് ഇറ്റ് ഈസ് സ്റ്റെബിലൈസ്ഡ് ത്രൂ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഡൈആക്സിയലിന്റെ അകത്ത് ഇറ്റ് ഹാസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ ബിറ്റ്വീൻ ദ 2 ഡൈപോൾസ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ അകത്ത് 3 എക്സാമ്പിൾ ആണ് എടുത്തിരിക്കുന്നത്. ഒന്ന് സിസ് 1,3 ഡയോളും 1,2 ഡയോളിന്റെ അകത്ത് മാത്രമേ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കത്തുള്ളൂ. 1,3 ഡയോളിന്റെ അകത്ത് ഡൈആക്സിയൽ ആണ്. സിസിന്റെ അകത്ത് കേട്ടോ, ട്രാൻസി കാണിക്കത്തില്ല. സിസ് 1,3 ഡയോളിന്റെ അകത്ത് ഡൈആക്സിയൽ കൺഫോർമേഷൻ ആണ് മോർ സ്റ്റേബിൾ ആകുന്നത്. സിസ് ആൻഡ് ട്രാൻസ് സൈക്ലോഹെക്സെയിൻ 1,2 ഡയോളിന്റെ അകത്ത് രണ്ടും സിസും ട്രാൻസും ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കും. അതില് സിസിന്റെ അകത്തെയാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. 1,2 ഡയോൾ സിസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആക്സിയൽ ഇക്വറ്റോറിയൽ ഓറിയന്റേഷനും ട്രാൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഡൈ ഇക്വറ്റോറിയൽ ഓറിയന്റേഷനിലുമാണ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്ത മൂന്നാമത്തെ മോളിക്യൂൾ ആണ് ട്രാൻസ് 2 ഹാലോ സൈക്ലോ ഹെക്സനോൾ. അപ്പൊ ഇതിന്റെ അകത്ത് രണ്ട് കൺഫോർമേഷൻ, അതായത് ഡൈക്വറ്റോറിയലും ഡൈആക്സിയലും ഓൾമോസ്റ്റ് ഈക്വലി പോപ്പുലേറ്റഡ് ആണ്. ഡൈ ഇക്വറ്റോറിയലിന്റെ അകത്ത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. ആര് തമ്മില്? എച്ചും Cl-ഉം തമ്മില് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. ട്രാൻസിന്റെ അകത്ത് വരുന്ന അല്ലെങ്കിൽ ഡൈആക്സിയലിന്റെ അകത്ത് വരുന്ന അഡ്വാൻറ്റേജ് എന്താ? ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ ബിറ്റ്വീൻ ദ 2 ഡൈപോൾ. അപ്പം ഇത്രയുമാണ് നമ്മൾ പഠിക്കുന്ന സ്പെഷ്യൽ കേസസ് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ചെന്നിട്ട് നോട്ട് എഴുതി ഇതെല്ലാം പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഇതില് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഈ കേസിൽ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ പറയാം. ഈ 4 ടെർഷ്യറി ബ്യൂട്ടൈൽ 1,2 ഡൈബ്രോമോ സൈക്ലോഹെക്സീൻ്റെ അകത്ത് ഡൈആക്സിയലും ഡൈ ഇക്വറ്റോറിയലും
ഈക്വലി പോപ്പുലേറ്റഡ് ആണ് എന്ന് പറയാനുള്ള റീസൺ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡ്യൂ ടു ദ ഒപ്പോസിംഗ് ഇഫക്റ്റ് ഓഫ് സ്റ്റെറിക് ഇന്ററാക്ഷൻ ആൻഡ് ഡൈപോൾ റിപ്പൽഷൻ കാരണമാണ് ഇതിൻ്റെ അകത്ത് ഈക്വൽ എമൗണ്ടിൽ ഡൈആക്സിലും ഡൈക്വറ്റൂറിലും നിൽക്കുന്നതെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പൊ ഡൈപോളും ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ കേസസ് എന്ന് പറയുന്നത് കേട്ടോ. താങ്ക് യു. അപ്പൊ ഇന്ന് നോട്ട് ഞാൻ ബുക്കിൽ അപ്ലോഡ് ചെയ്തിടാം. നിങ്ങൾ അതിൽ നിന്ന് നോട്ട് പ്രിപ്പയർ ചെയ്തോണം കേട്ടോ.